കൂൺ ഷെഡിലേ പോയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ, മാസങ്ങളായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അവസ്ഥയാണെന്നുള്ള ഒന്നും അറിയില്ല. മോട്ടറൊക്കെ കേടുവന്നതിനോ, ഫാൻ തിരിയുന്നുണ്ടോ, വാഷിംഗ് മെഷീൻ തിരിയുന്നുണ്ടോ ഒന്നും അറിയില്ല. നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ ഉണ്ട് എന്ന് കേട്ടോ. ഇവിടെ വരാത്തത് സങ്കടം കൊണ്ട് തന്നെ കേട്ടോ. ഇത്രയും നല്ലൊരു അടിപൊളി ഷെഡ് ഉണ്ടായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം. അതുകൊണ്ട് ബെഡൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഓണാകുന്നുണ്ട്, ഫാൻ ഓണാകുന്നുണ്ട്, പാഡും ഒക്കെ ഒരു കേടും വന്നിട്ടില്ല. കുറച്ച് എലി കടിച്ചിട്ട് കുറേ ബോർഡൊക്കെ മുറിച്ചിട്ടിരിക്കുക. എങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. നാറാലൊക്കെ കെട്ടിയിരിക്കുകയാണ്. അപ്പം പിന്നെ ചെതലും കുറച്ച് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബെഡൊന്നും ഞാൻ കളയാത്ത, കൂൺ ബെഡ് കളയാത്തത് എന്താണെന്നറിയാം, ഇവിടെ ഷെഡിനുള്ളിൽ എന്തെങ്കിലും വരുമ്പോൾ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ, ഒന്നുമില്ലാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പോഴാണ് ഞാൻ ബെഡൊന്നും കളയാണ്ട്. പിന്നെ വല്ലാണ്ട് മോശമായത് എടുത്ത് പുറത്ത് കളയും കേട്ടോ. ഇപ്പം ബെഡൊക്കെ കൂൺ ബെഡ് നല്ല ഫ്രഷായി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഇറങ്ങി തിരിക്കാൻ കാരണം ഇതെങ്ങനെ പഠിച്ചെന്നോ എല്ലാം സ്വയം പഠിച്ചത് കേട്ടോ. വേറെ ആരും പറഞ്ഞാൽ പറ്റുമല്ല. അന്ന് ടി വി ഫോണ് ഒന്നുമില്ല. അന്ന് ഞാൻ ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ വനിത മേടിച്ചിട്ട് അതിൻ്റെ ബാക്ക് പേജിൽ ഒരു ഷൈജി തങ്കച്ചൻ എന്ന് പറഞ്ഞ മാഡം ഒരു കൂൺ കൃഷിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ കൂൺ കൃഷി പഠിച്ചത് കേട്ടോ. അത് നോക്കി വായിച്ച് നോക്കിയിട്ടാണ് കൂൺ കൃഷി ചെയ്തത്. അന്ന് IRTC പോയി ഒരു 10 വിത്ത് മേടിച്ചു. അങ്ങനെ 20 ബെഡ് ഉണ്ടാക്കി. നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ, കൂടുതൽ ചെയ്യാൻ പാടില്ല. അത് 20 ബെഡ് എന്നാൽ കുറയാനും പാടില്ല. അന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പലുണ്ടായാലും കുറഞ്ഞാവും. അപ്പോൾ അങ്ങനെ 20 ബെഡ് ഉണ്ടാക്കി. അങ്ങനെ 50 പിന്നെ അങ്ങനെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ. സ്വയം പഠിച്ചതാണ്. ഇന്നൊക്കെ സുഖമാണ്. ഇന്ന് ടി വി ഉണ്ട്, ഫോണുണ്ട്, ടി വിയിൽ കാണുക, പിന്നെ ക്ലാസ് ഇഷ്ടംപോലെ ക്ലാസ് കിട്ടുന്നത്, എത്ര ആൾക്കാർ ചെയ്യുന്നത് പോയി കണ്ടുപഠിക്കുക. അന്നൊന്നും അതൊന്നുമില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റ് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി. പിന്നെ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി. അത് നമ്മൾ പുതിയ വീട്ടിൽ മാറി. പിന്നെ ആ വീട് വെറുതെ കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയും തുടങ്ങാൻ വെച്ചിട്ട് അങ്ങനെ 1000 500 ബെഡ് ഉണ്ടാക്കി. അങ്ങനെ ഇഷ്ടം പോലെ കൃഷി. നമുക്കിതിൽ ഇറങ്ങുമ്പോൾ ആദ്യം വേണ്ടത് എന്താ പറയുക, മനസ്സ് വേണം, പിന്നെ താല്പര്യം വേണം, പിന്നെ മാർക്കറ്റ് നല്ലപോലെ പഠിക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും കൂൺ കൃഷി. വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ പറയുന്ന എല്ലാ അമ്മമാരോടും എല്ലാവരോടും പറയുന്നത്, ഇതേപോലെ ഒരു പഴയ വീടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൃഷി ചെയ്യാം കേട്ടോ. ചിലവൊന്നുമില്ല. ഇതേപോലത്തെ ഷെഡൊന്നും വേണ്ട. എനിക്ക് ആ വീട് പൊളിച്ചുകൊണ്ടാണ് ഞാൻ വേറെ ഷെഡ് കെട്ടേണ്ട വന്നത്. ഒരു 3 ലക്ഷം 2 ലക്ഷത്തോളം ചിലവായി. അല്ലെങ്കിൽ എനിക്ക് ആ തറവാടുണ്ടായി എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അടിപൊളിയായിട്ട് കൂൺ കൃഷി ചെയ്യുമ്പോൾ 1000 ബെഡൊക്കെ, ഇരുട്ട് റൂം വേറെ, വെളിച്ചുള്ള റൂം വേറെ, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇതേപോലത്തെ ഒരു വീടൊക്കെ കിട്ടുവാണെങ്കിൽ, തറവാട് അങ്ങനത്തെ ഒരു തറവാടൊക്കെ ഉണ്ട് ഒഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മളതിൽ കൂൺ കൃഷി ചെയ്യുക. അടിപൊളിയാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഈ 3 കാര്യം വേണം. അല്ല അപ്പുറത്തെ വീട്ടിൽ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും വീഡിയോയിൽ കണ്ടിട്ടോ ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം പഠിക്കുക, എന്നാലേ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ കേട്ടോ. നിർത്തി വെച്ചിട്ട് 7 മാസമായി. ഇനി ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങളെ പ്രാർത്ഥനയും കൂടി വേണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഷെയർ ചെയ്യുക.